ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവരും പള്ളിയിലൊക്കെ പോയി ഒക്കെ ഇരിക്കുകയാണോ? ചായകുടിയൊക്കെ കഴിഞ്ഞാണോ അല്ലേ? ഞാനും രാവിലെ പള്ളിയിൽ പോയി. പെരുന്നാളാണ്, ഗീവർഗീസ് പുണ്യാളുടെ പെരുന്നാളാണ്. പള്ളിയിലെല്ലാം പോയി വന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അപ്പം ഉണ്ടാക്കി പള്ളി കൊടുക്കാൻ വേണ്ടി. അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നോക്കുമ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ഉണക്കപ്പം വേവിക്കാമെന്ന് വെളുപ്പിനേറ്റ് വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ വരും തന്നെ ആക്കാമെന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചേരും. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം കപ്പ വേവിക്കുന്നത് എങ്ങനെയാണെന്ന്. കുറേ ദിവസമായില്ലേ ഞാൻ വന്നിട്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ വെയിലത്ത് നിന്നിട്ട്? എൻ്റെ മുഖമെല്ലാം കണ്ടോ വെയിലത്ത് നിന്ന് പൊള്ളി. ഇതിലും കഷ്ടമായിരുന്നു, അതാണ് ഞാൻ വീഡിയോ എടുക്കാനൊന്നും വരായിരുന്നു. മൊത്തം പൊടിയൊക്കെ അടിച്ചിട്ട് എന്തോ പോലെയായിപ്പോയി, പൊള്ളിയിട്ട് ചൊറിച്ചിലും ഇതൊക്കെയാണ്. ഇത് കണ്ടില്ലേ, മൊത്തം പൊള്ളി, ചൊടിയെല്ലാം പൊട്ടിയിരിക്കുക വെയിലിൻ്റെ ചൂട് കൊണ്ട്. കുറച്ച് 2 ദിവസം വെയിലത്ത് ഇറങ്ങേണ്ട വന്നു. വെയിൽ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ, ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തുണിയൊക്കെ ഇടാൻ വേണ്ടി പോയി. അങ്ങനെ വെയിലത്ത് ഇറങ്ങി കുറച്ച് എന്തൊക്കെയോ പണി ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ആയി അവസ്ഥ. അത് കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലൊന്നും വരായിരുന്നു. ഇപ്പോൾ ലേശം കുറഞ്ഞപ്പോൾ ഞാൻ വന്നതാണ് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത്. അപ്പോൾ നമുക്ക് ഉണക്കപ്പം എങ്ങനെയാണ് വേവിക്കുന്നത്? ഉണക്കപ്പം ഞാൻ അടുപ്പത്ത് വെച്ചേക്കുവാണ്. വേണ്ടോ, കുറച്ച് മതിയല്ലോ. അപ്പോൾ അത് വേവിച്ച് കഴിഞ്ഞ് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂട്ടുകാരെ. അപ്പോൾ നമുക്കൊന്നിച്ച് പോയി ഉണ്ടാക്കാം. ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ കപ്പ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം അതിന് അരപ്പ് വേണ്ടേ? ചെറിയുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, തേങ്ങ, കരിവേപ്പില, കുറച്ച് ജീരകം, വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒതുക്കിയെടുത്തിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അപ്പം കപ്പ വെന്തിരിക്കുന്നുണ്ട്, കാണിച്ചു തരാമേ. കപ്പ റെഡി. കപ്പ റെഡിയായി കേട്ടോ, കണ്ടില്ലേ? ഇനി നമുക്ക് ഇതിന് അരപ്പ് ചേർക്കാം. അപ്പം നമ്മുടെ കപ്പയ്ക്ക് അരപ്പിടാമേ. ചെറിയ തീയും കൂടി ഒന്ന് കൊടുക്കട്ടെ. നമുക്ക് അരപ്പിടാം. ആവി നന്നായിട്ട് കയറി കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. നമുക്ക് അരയ്ക്കാൻ നേരത്ത് ഇട്ടു, എന്നാലും ഇതിനും കൂടി ഇടുമ്പോൾ ഒരു ഭംഗി വരുള്ളൂ. അപ്പം ഇത് 2 മിനിറ്റ് വെച്ചിട്ട് ആവി കയറട്ടെ, എന്നിട്ട് നമുക്ക് കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉണക്കപ്പയൊക്കെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? ഈ ഷുഗറുകാർക്കും ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ പച്ചക്കപ്പ കഴിക്കത്തില്ലല്ലോ, ഉണക്കപ്പയല്ലേ അവർക്ക് ഇഷ്ടം. അപ്പോൾ ഉണക്കപ്പ എൻ്റെ പപ്പേൻ്റെ ചേട്ടൻ കൊണ്ടു തന്ന വയനാട്ടിൽ നിന്ന്. അവർക്കുണ്ട് കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് പാപ്പൻ ഉണങ്ങി കഴിഞ്ഞപ്പം നമുക്ക് കുറച്ച് കൊണ്ടു തന്നു. പാപ്പനൊക്കെ ഇന്നാൾ വന്നായിരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മളില്ല, നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് പോയി. അപ്പോൾ ഉണ്ടാക്കിയില്ലായിരുന്നു. അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കപ്പയൊക്കെ. അപ്പം ഞാൻ നോക്കുമ്പോൾ മീൻകറി ഉണ്ട്. ഇന്നലെ മീൻ മേടിച്ചായിരുന്നു. അപ്പോൾ പുളിമുളക് ഇട്ട് വെച്ചു. അപ്പം വേഗം മീനും ആക്കി കപ്പയും വേവിച്ചാൽ ഇന്നത്തെ കാര്യം അടിപൊളിയാവില്ലേ? അപ്പം അമ്മമാർക്കൊക്കെ ഇഷ്ടമാവില്ല. ഞായറാഴ്ച ദിവസമല്ലേ, അപ്പോൾ അവർ എൻജോയ് ചെയ്തിട്ട് നിർത്തും. അപ്പം കപ്പ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണക്കപ്പയൊക്കെ വേവിച്ച് കഴിക്കണം കേട്ടോ. കിട്ടാൻ ഇപ്പോൾ ഭയങ്കര പൈസയാന്ന് തോന്നുന്നു ഉണക്കപ്പ. എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് ശരിക്കും ഉണക്കപ്പ അത്ര പിടുത്തില്ല. പച്ചക്കപ്പ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പച്ചക്കപ്പേൻ്റെ ആളെയാണ്. ഉണക്കപ്പ എനിക്ക് അത്ര പിടുത്തമില്ല. എൻ്റെ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂട്ടുകാർക്കും ഉണക്കപ്പയും പച്ചക്കപ്പയൊക്കെ ഇഷ്ടമല്ലേ? എല്ലാവരും കഴിക്കണം കേട്ടോ. നമ്മളെ പിടിച്ച് തിന്നാത്തതെല്ലാം നമുക്ക് പിടിച്ച് കഴിക്കാം, തിരിച്ച് കഴിക്കാമല്ലോ. അപ്പം എല്ലാ സാധനവും എല്ലാവരും കഴിച്ചിരിക്കണം. എല്ലാം കഴിച്ച് എല്ലാത്തിൻ്റെയും ഇതറിയണമല്ലോ. അപ്പം നമുക്ക് ആവി വന്നു തുടങ്ങി നോക്കാം കേട്ടോ. അപ്പം കപ്പേൻ്റെ ആവി വന്നു കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വന്നു കേട്ടോ. ആവിയൊക്കെ വന്നു നല്ല. തീ ഓഫാക്കാം നമുക്ക്.
ഉണക്കപ്പയ്ക്കൊക്കെ നല്ല ഇറച്ചിയൊക്കെ വേണം അല്ലേ. കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ നല്ല ഇറച്ചിയൊക്കെ അല്ലേ അതിൻ്റെ ഇത്. നമ്മുടെ ഇറച്ചി ഇരുന്ന് മീനാട്ടോ, നല്ല മത്തി കറി പുളിയും മുളക് ഇട്ട് വെച്ച് നല്ല അടിപൊളിയായിട്ട്. നല്ല എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഇതിൽ കൊണ്ടുവന്നപ്പം മേടിച്ചതാണ്. അപ്പോൾ വൈകുന്നേരം മമ്മി ഒന്നിച്ച് കപ്പ വേവിക്കുമായിരുന്നു നല്ലതായിരുന്നു. അപ്പം ഞാൻ ഇത് വേവിക്കും. അപ്പം ഞാൻ ചോദിച്ചു കഴിക്കുമോ, കപ്പ വേവിച്ചാൽ കഴിക്കുമെങ്കിൽ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിച്ചോളാമെന്ന് നേരം വേഗം അവർക്ക് തന്നെ മമ്മിക്ക് തന്നെ കൊടുക്കാം. ഒരാളിവിടെ ഇല്ല കേട്ടോ. അമ്മ വയനാട്ടിൽ പോയിക്കുക, മാനന്തവാടി പോയിക്കുക. 1-ാം തീയതി വരും. ഇവിടെ എല്ലാവർക്കും സുഖമില്ലാതെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലായ കാരണം ഇവിടെ ആരുമില്ല. മമ്മിക്കും സുഖമില്ലാതെ, എന്നാൽ മമ്മിക്ക് സുഖമില്ലാതെ ഇരിക്കുന്നില്ല. അപ്പോൾ അത് കാരണം മമ്മിക്ക് അങ്ങനെ എല്ലാം അടുക്കളപ്പണിയും ഇതൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം മമ്മീൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോയാക്കി അമ്മേനെ ചേച്ചിമാരെ വിളിച്ചു. ഇളയ ചേച്ചിയുണ്ട്, ചേച്ചീനെ വിളിച്ചിട്ട് അമ്മേനെ ഒന്ന് കുറച്ച് ദിവസത്തേന് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചേച്ചി വന്ന് കൊണ്ടുപോയി. അപ്പോൾ 1-ാം തീയതി കൊണ്ടുപോയി വിടും. 10 ദിവസം നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 10 ദിവസമെങ്കിൽ 10 ദിവസം മതി, നമുക്ക് അത്രയൊരു ചെറിയൊരു ആശ്വാസം. അവർ പറഞ്ഞു 10 ദിവസമേ നിർത്തുള്ളൂ, അത് ഇങ്ങോട്ട് കൊണ്ടുപോയി വിടുമെന്ന് പറഞ്ഞു. അവന് ആയിക്കോട്ടെ കൊണ്ടുപോയി വിട്ടോ, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോയേക്കുക. 1-ാം തീയതി വരും. അപ്പം മമ്മിയേ ഉള്ളൂ ഇവിടെ. മമ്മീനെ ഇപ്പം കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഇനി കഴിക്കുന്ന കാണിച്ചു തരാം. നന്നായിട്ട് കുഴഞ്ഞു കേട്ടോ. ഇതുണ്ടോ കപ്പ നല്ല പുളി മുളകിട്ട് അടിപൊളി മീൻകറി കേട്ടോ. നല്ല പുളിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കഴിക്കുന്നേക്കാളും നല്ല അമ്മമാർ കഴിച്ച് നോക്കുന്നതല്ലേ നല്ലത്. മമ്മി കഴിച്ചിട്ട് പറയും എനിക്ക് ഇതിനോട് താല്പര്യക്കുറവ്, ഇഷ്ടമുള്ളവർ കഴിക്കുന്നില്ല കുറച്ചും കൂടെ നല്ലത്. അവരുടെ ഇഷ്ടമല്ല, നമ്മുടെ മനസ്സ് നന്നായിട്ട് അറിയില്ല അവർ കഴിച്ച് കഴിയുമ്പോൾ. മമ്മിക്ക് ഇങ്ങനെ ചാറൊന്നും അധികം ഒഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. കാരണം ഞാൻ കുറച്ചേ ചാറ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം മമ്മി കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പം നമ്മുടെ മനസ്സെന്നറിയും, എൻ്റെ കൂട്ടുകാരുടെ മനസ്സെന്നറിയില്ലേ. അപ്പോൾ നമുക്ക് കൊടുത്ത് നോക്കാം. മമ്മി കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ടെന്ന്. ചൂടുണ്ടാവും അല്ലേ? എന്നാ ഊതിയിട്ട് കഴിച്ചാൽ മതി, പയ്യെ കഴിച്ചാൽ മതി. എങ്ങനെയുണ്ടെന്ന് പറയാം. മമ്മിക്കൊക്കെ അല്ലേ ഭയങ്കര ഇഷ്ടം ഉണക്കപ്പ. എന്നാ അത് അറിഞ്ഞായിരിക്കും പാപ്പം കൊണ്ട് തന്നത്. എങ്ങനെയുണ്ട് മീൻകറി? എങ്ങനെയുണ്ട്? എന്നാ ഇന്നലെ രാവിലെ വെച്ചാലും പുളിയൊക്കെ പിടിച്ചില്ല അന്ന്. അത് ഇന്നലെ അങ്ങനെ വെച്ച പാട് കൂട്ടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. നമ്മൾ എന്ത് കറി വെച്ചാലും പിറ്റേ ദിവസത്തേന് ഇപ്പോഴാണ്. ഇന്നലെ നമ്മൾ വെച്ച പാട് ചോറ് തിന്നു. അപ്പോൾ പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അത് പിടിച്ച് വരുന്നേ ഉള്ളൂ എന്ന്. ഇപ്പോൾ നല്ല അടിപൊളി കറിയൊക്കെ ആയില്ലേ. അപ്പം മമ്മിക്ക് കൊടുത്തു. മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. അവരുടെ ഇഷ്ടമല്ല, നമുക്ക് പറ്റുന്ന കുറേശ്ശെ കാര്യങ്ങളൊക്കെ ചെയ്ത് കേൾക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സ് നിറയില്ല. അവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കണ്ണ് നിറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന്. പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും ഇതേപോലെ കപ്പയൊക്കെ വെച്ച് കഴിച്ച് നന്നായിട്ട് നോക്കണം കേട്ടോ. മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൂട്ടരുത്. അപ്പോൾ ഇന്നലെ നമ്മൾ വെച്ച പാട് അന്നേരം ചോറും കഴിക്കേണ്ടിയായിരുന്നേ. അപ്പോൾ ഇന്നലെ വെച്ച പാട് ചോറ് കഴിച്ചു അന്നേരം. അപ്പോൾ പുളിയൊക്കെ പിടിച്ച് വരുന്നതല്ലേ ഉള്ളൂ, അന്നേരം ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആവുമെന്ന്. അപ്പോൾ ഇന്നത്തേന് നല്ല എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചു എന്ന് പറഞ്ഞേ. അപ്പം എൻ്റെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി നമുക്കെല്ലാവർക്കും കൂടെ കഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണക്കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ വെച്ച് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. യൂട്യൂബിൻ്റെ അകത്ത് വിടുന്നേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.